أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يومئذ يصدر الناس أشتاتا ليروا أعمالهم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പാരായണം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാകുന്നു. അന്നാളിൽ ജനങ്ങൾ ചിതറിയ കൂട്ടങ്ങളായി പുറപ്പെട്ടു വരും, തങ്ങളുടെ കർമ്മഫലങ്ങൾ അവർക്ക് കാണിക്കപ്പെടുന്നതിനു വേണ്ടി. ഇവിടെ അഷ്താത്തൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പല വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ എന്നൊക്കെയാണ്. കഴിഞ്ഞ ദർസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഈ സൂറത്തും അല്ലെങ്കിൽ ഈ ആയത്തും അവസാന കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ കാലത്ത് ഗ്രൂപ്പിസവും അതുപോലെ ഫാക്ഷനലിസവും വളരെ കൂടുതൽ വർദ്ധിക്കും, ശക്തി പ്രാപിക്കും എന്ന് നമുക്ക് ഇതിലെ തഫ്സീറുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഫാക്ഷനലിസം അഥവാ വലിയ ഗ്രൂപ്പുകളിൽ നിന്നും അവർ തമ്മിലുള്ള ഡിസ്അഗ്രിമെൻ്റ് മൂലം അല്ലെങ്കിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂലം ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതിനെയാണ് ഫാക്ഷനലിസം എന്ന് പറയുന്നത്. അങ്ങനെയും പലതരത്തിലുള്ള വലിയ വലിയ ഗ്രൂപ്പുകളും ചെറിയ ചെറിയ വിഭാഗങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് നാം കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പല സംഘടനകളും അസോസിയേഷൻസും ഇന്ന് നിലവിലുണ്ട്. ഒരു സംഘടന അതുപോലെ അതിലെ തെറ്റുകളും അല്ലെങ്കിൽ പോരായ്മകളും കാരണം അതിൽ നിന്നും മാറി അതിന് എതിരിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന, അങ്ങനെ പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ അവരുടെ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്. അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ പാർട്ടി അഥവാ നിയമങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് എപ്പോഴാണ് ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നത്, അപ്പോഴാണ് ആ മനുഷ്യന് വിജയമുണ്ടാകുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദ്ധതികൾ അത് ഇടുവാൻ ശക്തിയുള്ളത് അള്ളാഹുവിനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. വമക്കറു വമക്കറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. എല്ലാവർക്കും പദ്ധതി ഇടാൻ സാധിക്കും, എല്ലാവരും പദ്ധതികൾ ഇടുന്നു. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പദ്ധതി ഇടുന്നവൻ അല്ലെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പദ്ധതി ഇടാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്നാണ് നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. പല ഗ്രൂപ്പുകളും അവരുടെ ഈ പ്രയത്നങ്ങൾ ജമാഅത്തിനെതിരെ കൂട്ടം കൂട്ടമായി ആക്രമിക്കുന്നതിനു വേണ്ടി അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അഹമ്മദിയത്തിനെതിരിൽ ഒന്നായി തീർന്നുകൊണ്ട് ഈ ഗ്രൂപ്പുകളെല്ലാം പലതരം ഗ്രൂപ്പുകളാണെങ്കിലും അവർ ഒന്നായി തീർന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവും അഹമ്മദിയത്തിനെതിരിൽ ഒരുമിച്ചുള്ള പരിശ്രമങ്ങളെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് വിവരിക്കുന്നു. 1934 അഹ്റാരികൾ ജമാഅത്ത് അഹമ്മദിയുടെ എതിരിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ജമാഅത്ത് അഹമ്മദിയെ തകർത്ത് തരിപ്പണമാക്കും. ലുധിയാനയിലും ലാഹോറിലുമൊക്കെയായി എതിർപ്പുകൾ ആരംഭിച്ചു. അതുപോലെ തന്നെ ഡൽഹിയിലാണെങ്കിലും ബട്ടാലയിലാണെങ്കിലും എല്ലാം എതിർപ്പുകൾ നടന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ജമാഅത്ത് അഹമ്മദിയെ നാമാവശേഷമാക്കും എന്നവർ തീർത്തു പറഞ്ഞു. അവർ അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. അവരുടെ കൂടെ കോൺഗ്രസും ചേർന്നു, ഭരണാധികാരികളും ചേർന്നു. ഈ എതിർപ്പിൻ്റെ കൊടുങ്കാറ്റ് യഥാർത്ഥത്തിൽ യൗമഇദിൻ യസ്ദുറുന്നാസു അഷ്താത്തൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചയായിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ പലരും ജമാഅത്ത് അഹമ്മദിയയെ നാമാവശേഷമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി ചിന്തിച്ചു കൊണ്ടേയിരുന്നു, അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ഓരോരുത്തരായിട്ടായിരുന്നു ജമാഅത്തിനെ എതിർത്തിരുന്നത്. എന്നാൽ
പിന്നീട് അത് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ടാണ് കാണാൻ സാധിച്ചത്. എന്നാൽ അഹമ്മദീയത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം വളരെ വലുതാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രയത്നത്തിലാണ് അഹമ്മദീയത്ത്. അള്ളാഹുവിൻ്റെ പാതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പാതയിലൂടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഏതൊരു ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് നന്മയുടെ പാതയിലേക്ക് എത്തിച്ചേരുന്നത്. അള്ളാഹു നമുക്കേവർക്കും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം തിരിച്ചറിയുന്നതിനും അതനുസരിച്ച് മുന്നോട്ട് ഗമിക്കുന്നതിനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വിവരിക്കുന്നതാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.